എന്റെ പ്രിയപ്പെട്ടവരെ, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. അത് പള്ളിയിലാണോ, റോട്ടിലാണോ, ഹോസ്പിറ്റലിലാണോ, വീട്ടിലാണോ, എവിടെയാണ് വെച്ചാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല. അള്ളാഹു പറയുകയാ, മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, പടച്ചവനെ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഊതുന്ന പെങ്ങള് അല്ല തരും മോളെ. ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത അല്ല കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. ചെറുപ്പക്കാരാ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ജനാസ കണ്ടവരാ. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. മയ്യത്ത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മയ്യത്ത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ എത്ര ആൾക്കാരുടെ ജനാസ കണ്ടതാ, പക്ഷേ കണ്ട എല്ലാവരെയും നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്നാൽ ചിലരെ നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട എല്ലാ മയ്യത്തുകളും നിങ്ങൾക്ക് ഓർമ്മയില്ല, എന്നാൽ ചില മയ്യത്തുകൾ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തുകൊണ്ട്? അവരുടെ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു, അവരുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. നീ തന്നെ പറഞ്ഞില്ലേ മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന്. ഖുർആൻ ഓതുന്നവർക്ക് അല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കണ്ടവര് നിന്നെ മറക്കൂല. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. നിന്റെ മയ്യത്ത് കാണുന്നവര് പറയും ഇങ്ങനെ മരിക്കണോ. മരിച്ച കണ്ടോ, ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ടോ, അവന്റെ മുഖത്ത് പ്രകാശം കണ്ടോ, അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടോ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. ചില മയ്യത്തിന്റെ മുഖത്ത് നോക്കാൻ പേടിയാ, എന്നാൽ ചിലരുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നൂല്ലടോ. ചിരിച്ചുകൊണ്ട് കിടക്കും, എന്തൊരു പ്രകാശം. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ ഖുർആൻ ഓതുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മുഖം കണ്ടവരൊക്കെ ഓർക്കും. നിന്റെ മുഖം അങ്ങനെ മറന്നു പോകാത്ത ഒരു മുഖമാകും. അൽഹംദുലില്ലാ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. ചെറുപ്പക്കാരാ, ഉസ്താദേ ഖുർആൻ ഓതാട്, ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഇന്ന് മുതൽ ഓതും ഉസ്താദ്. ഇഖ്ലാസ് ഓതാതെ ഉറങ്ങില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടും ഉസ്താദ്. തീരുമാനമെടുത്ത പെങ്ങളെ, അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? ഈ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാണ്. പടച്ചവനെ, കേട്ടവർ നിന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ സൈഡിൽ ചൂടുവെള്ളത്തിന് അടുപ്പ് കൂട്ടുകയാണ്, അവിടെ നിന്ന് വെള്ളം തയ്യാറാക്കുകയാണ്. പടച്ചവനെ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ നിന്റെ
ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്. നജസ്സുകൾ കഴുകി വൃത്തിയാക്കുകയാണ്. നിന്നെ നല്ലതുപോലെ കുളിപ്പിക്കുകയാണ്. റബ്ബേ, അവിടുന്ന് ഉളുവെടുപ്പിക്കുകയാ, ശരീരം തുടച്ചു വൃത്തിയാക്കുകയാ. നിന്റെ തുണിയെല്ലാം അഴിച്ചു മാറ്റിയിട്ട് പുതിയ തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. അല്ലാഹുവേ, നിന്റെ ജനാസ പൊതിയുകയാണ്. എന്നിട്ട് പറയുന്നു, മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ എടുത്തുകൊണ്ട് വരികയാണ്. 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. ഉസ്താദന്മാര് വന്നോ, നാട്ടുകാര് വന്നോ, കുടുംബക്കാര് വന്നോ, കൂടപ്പറപ്പുകൾ വന്നോ, കൂട്ടുകാര് വന്നോ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് നീ വിളിക്കാതെ തന്നെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദ് ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? നിനക്കുള്ള ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞി വെക്കുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാണ്. എല്ലാവരും നിന്നെ കാണാൻ വരികയാണ്. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, കണ്ടതൊക്കെ മതി പൊതിയാൻ, കണ്ടതൊക്കെ മതി പൊതിയാൻ. നിന്റെ ജനാസ പൊതിഞ്ഞു. ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിലേക്ക് നിന്റെ ജനാസ എടുത്ത് കിടത്തി. ഇനി ആര് ചുമക്കണം? ഇനി ആരാ നിന്നെ ചുമക്കേണ്ടത്? നീ സാധാരണ ഒരാളല്ല, നീ സാധാരണ ഒരാളല്ല വാപ്പാ. അള്ളാന്റെ ഖുർആനിനെ സ്നേഹിച്ചവൻ, അള്ളാന്റെ ഖുർആനിനെ സ്നേഹിച്ചവൻ. വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ്. നീ ആരാണെന്നറിയോ? അള്ളാഹുവിൻ്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിൻ്റെ അടുത്തവരാണ്. അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാര്, അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാര്, അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാരായ ഈ VIP ആയ നീ മരിച്ച ആരാ ചുമക്കേണ്ടത്? കള്ളുകുടിയനാണോ? വ്യഭിചാരിയാണോ? നിസ്കരിക്കാത്തവനാണോ? തോന്നിവാസം കാണിച്ച് നടക്കുന്നവനാണോ? ഇല്ല വാപ്പാ. നിങ്ങളുടെ നാട്ടിലൊരു VIP മരിച്ച VIP വരും. നിങ്ങളുടെ നാട്ടിൽ ഒരറിയപ്പെടുന്ന ഒരാൾ മരിച്ച അവരെ കാണാൻ VIP വരൂലേ? VIP വരൂലേ? ഒരു മന്ത്രി മരിച്ച, ഒരു MLA മരിച്ച, പടച്ചവനെ എല്ലാ ആൾക്കാരും വരും. പോലീസുകാർ വരെ വന്ന് ആദരവ് കൊടുക്കും അവർക്ക്. എങ്കിൽ അള്ളാഹുവിൻ്റെ ആളായ നീ മരിച്ച നിന്റെ വീട്ടിലും വരും VIP. നിന്റെ വീട്ടിലും VIP വരും. നിന്റെ ജനാസ ചുമക്കാൻ VVIPകൾ നിന്റെ വീട്ടിലേക്ക് വരും. അവരാരാ? കേരള പോലീസല്ല, കേരള പോലീസല്ല, അള്ളാഹുവിൻ്റെ സൈന്യം വരും. ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ വരും നിന്റെ വീട്ടിൽ നിന്റെ ജനാസ ചുമക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് വരുവിടാ ചങ്ങാതി? അള്ളാഹുവിൻ്റെ ഖുർആനിനെ സ്നേഹിച്ചവനെ നിന്റെ ജനാസ ചുമക്കാൻ ആകാശത്ത് നിന്ന് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാന്റെ മലക്ക് വരും. അതാണ് ചില ജനാസകൾ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഞാൻ പിടിക്കട്ടെ? വേണ്ട, വേണ്ട, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. മറ്റു ചിലരുടെ ജനാസ ചുമക്കുമ്പോൾ വല്ലാത്ത ഭാരം.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെങ്ങളെ, നീ വീടിനകത്തിരുന്നു നിന്റെ മരുമകളും നിന്റെ മകളും TV കണ്ട് സീരിയലും കണ്ടിരുന്നപ്പോ അതേ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിയ നിന്റെ ജനാസ ചുമക്കാൻ നാട്ടുകാർ വേണ്ട, അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5, മരണ വീട്ടിൽ എല്ലാവരും കരയും. മരണ വീട്ടിൽ എല്ലാവരും കരയും. അവര് കരയുന്നത് എല്ലാവരും കാണും. ഞാൻ പറയുന്നത് അവരെയല്ല കരയിപ്പിക്കേണ്ടത്. ഞാൻ പറയുന്നത് അവരെയല്ല കരയിപ്പിക്കേണ്ടത്. ആരെ കരയിപ്പിക്കണം? നിങ്ങളുടെ ഈ പള്ളിയിലെ കബറ് കുഴിക്കുന്നവൻ കരയണം. നിങ്ങളുടെ നാട്ടിൽ കബറ് വെട്ടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സ് നിറയണമടോ. കബറ് വെട്ടി നിന്നെ മയ്യത്തടക്കിയിട്ട് വീട്ടിൽ പോകുമ്പോ ആ മനുഷ്യൻ തന്നെ ഭാര്യയോട് പറയണം, ഇന്ന് എളുപ്പത്തിൽ കഴിഞ്ഞു എല്ലാം, ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കബറ് കുഴിക്കുന്ന ആളെ നിനക്കറിയല്ലോ, ചെന്നിട്ട് ചോദിക്ക്, ആർക്കെങ്കിലും വേണ്ടി കബറ് വെട്ടിയപ്പോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കബറ് വെട്ടുന്ന ആളെ നിങ്ങൾക്കറിയുമല്ലോ, ചോദിച്ചു നോക്ക്. നാളെ രാവിലെ പോയി നിങ്ങൾ ചോദിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, തെളിവ് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 30-ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്. 36-ാമത്തെ വയസ്സിൽ വഫാത്താവുകയാണ്. 6 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. ആ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. പടച്ചവനെ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുഖം കണ്ടപ്പോ എന്തൊരു പ്രകാശമാ സഅദ്, എന്തൊരു പുഞ്ചിരിയാ സഅദ്. കണ്ടവർ സഅദിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ, വല്ലാത്ത ഒരു മരണമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ജനാസ കഫം പൊതിഞ്ഞു. സഅദ് എന്ന് പറയുന്ന സഹാബിയുടെ ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ സ്വഹാബികൾ പറയുന്നു, ഭാരമില്ല, ജനാസയ്ക്ക് ഭാരമില്ല, ജനാസയ്ക്ക് ഭാരമില്ല. അവർ പരസ്പരം അവിടെന്ന് പറയുകയാ, അല്ലാഹുവേ, സഹാബത്ത് നോക്കുമ്പോ നബി തങ്ങൾ തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ സ്ഥലമില്ല സ്വഹാബാ? 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. സഅദ് എന്ന് പറയുന്ന സ്വഹാബിക്ക് ഖബർ വെട്ടുമ്പോ ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധം, മണ്ണിന് വല്ലാത്ത സുഗന്ധം. ആ മനുഷ്യന് ഖബറിനടിയിൽ നിന്ന് മണ്ണ് വാരി മടിയിൽ വെക്കുകയാണ്. അവിടെ നിന്ന് ഖബറടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു മണ്ണ് സൂക്ഷിച്ചു വെക്കുകയാണ്. രാത്രിയാകുമ്പോ വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ, പരിമളം അടിച്ചു വീശുകയാണ്. എവിടെ നിന്നാ അല്ലാ, എവിടെ നിന്നാ അല്ലാ? ചെന്ന് നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ട് വന്ന മണ്ണുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, കസ്തൂരിയെ പോലെ വല്ലാത്ത സുഗന്ധമാ. എന്റെ പ്രിയപ്പെട്ടവരെ,
ഖബർ കുടിച്ച മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. സഅദ്, നിനക്ക് ഈ പ്രതിഫലം എങ്ങനെ കിട്ടി സഅദ്? എന്ത് നന്മ ചെയ്തിട്ടാ സഅദ്? സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഇതിന് പകരം അല്ലാഹു എനിക്ക് തന്നതാണെന്ന് ചരിത്രം അവിടെ നിന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ ആദരിക്കണേ, അതിനെ ബഹുമാനിക്കണേ. ഒന്നുമില്ലാതെ തുടല്ലേ, കിബിലയുടെ നേരെ ഇരുന്ന് പാരായണം ചെയ്യണേ. ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കരുത്. ഇതൊക്കെ ഖുർആനുമായിട്ടുള്ള മര്യാദയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതകിമൂൻ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ വനസീതഹാ വകദാലികൽ യൗമ തുൻസാ. 10 ആയത്തുകളിൽ 3 ആയത്ത് പഠിച്ചു. ഈ 3 ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്ക്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. സമയം കറക്റ്റ് 11 മണിയായി. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അള്ളാഹ് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇൻഷാ അള്ളാഹ് നാളെയും മറ്റേന്നാളും 2 ദിവസം ഒഴിവുള്ളത് കൊണ്ടാണ് ഇൻഷാ അള്ളാഹ് ഞാൻ നിർത്തുന്നു. തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അള്ളാഹു ഇനി ആയുസ്സും ആരോഗ്യവും തരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാനും ഇൻഷാ അള്ളാഹ് നന്മകൾ പറയാനും കേൾക്കാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തൂടെ ഇൻഷാ അള്ളാഹ്. ലേലം വിളി ഉണ്ടോ? അപ്പം എന്താ ഇപ്പം ലേലം വിളിക്കാൻ? ഇൻഷാ അള്ളാഹ് ഉസ്താദ്മാർ ആരെങ്കിലും ലേലം വിളിച്ചാൽ പോരെ. ഇൻഷാ അള്ളാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു ദുആ ചെയ്തൂടെ? നിങ്ങളെന്തൊരു പിണക്കമുള്ളത് പോലെ ചെയ്തൂടെ? ശബ്ദമല്ലേ, അള്ളാഹു തന്നിരിക്കുന്ന ശബ്ദം, അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ദുആ ചെയ്തൂടെ? ഇൻഷാ അള്ളാഹ്. സഹോദരങ്ങളെ, നമ്മൾ ദുആ പ്രതീക്ഷിച്ച എല്ലാവരും വന്നേ. ദുആയ്ക്ക് ഇജാബത്താണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ സ്ഥലപ്പേരെന്താ? പൂഴനാട് നിൽക്കുക നിങ്ങൾ. പൂഴനാട് നിന്ന് കാട്ടാക്കടയ്ക്കല്ലേ ഇവിടെ അടുത്തിട്ടോ, കാട്ടാക്കടയ്ക്ക് പോകുന്ന ഒരു ബസ് വന്നു. പൂഴനാട് നിന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്ന ഒരു ബസ് വന്നപ്പോൾ ചാടി ബസ്സിനകത്ത് കയറി. സീറ്റിൽ പോയി ഇരിക്കുന്നുണ്ട്. കണ്ടക്ടർ വരുന്നുണ്ട്. അപ്പൊ നീ കസേര സീറ്റിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പറയുകയാ, കാട്ടാക്കടയ്ക്ക് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് പറയുന്നു, പടച്ചോനെ അള്ളാഹുവേ, എന്നെ നീ ആര്യനാടെത്തിക്കണേ എന്ന് ദുആ ചെയ്താ ചെല്ലുവോ? കാട്ടാക്കടയ്ക്ക് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് കള്ളിക്കാട് പോണോന്ന് ദുആ ചെയ്താ ചെല്ലുവോ? പറയടോ, ചെല്ലുവോ?
നീ അള്ളഹാനോട് പറയുന്നു, പടച്ചവനെ എനിക്ക് നല്ല മരണം തരണം. നീ എന്ത് ചെയ്തിട്ടാ ചോദിക്കുന്നത്? എന്ത് ചെയ്തു വെച്ചിട്ടാ നിങ്ങളൊക്കെ അള്ളാഹുവിനോട് നല്ല മരണം ചോദിക്കണത്? വെള്ളിയാഴ്ച രാവിലെ ഷഹീദിനെ പോലെ ഒളുവോടുകൂടി നന്മ ചെയ്ത് തൗബ ചെയ്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ചിരിച്ചുകൊണ്ട് മരിക്കണം. എന്ത് ചെയ്തിട്ട്? നിന്റെ ജീവിതത്തിൽ ചെയ്ത അള്ളാഹു സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരു നന്മ പറഞ്ഞേ. 100 എണ്ണമൊന്നും വേണ്ട, ഒരു നന്മ പറ. നിന്റെ ജീവിതത്തിൽ അള്ളാഹു ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയിൽ സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരു നന്മ പറയടോ. നമ്മുടെ കയ്യിലില്ല. അപ്പൊ നീ ഇന്ന് രാത്രി മരിച്ച എന്ത് ചെയ്യും? ഇന്ന് രാത്രി മരിച്ച എന്ത് ചെയ്യും? മോനെ 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 എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന വാപ്പയാ നീ, എനിക്കറിയാം. എന്നാ ഇന്ന് രാത്രി നീ മരിച്ച ഈ മോൻ നിന്റെ മയ്യത്ത് കുളിപ്പിക്കോ? ഇല്ല. അവനറിയില്ല. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും അവനറിയില്ല. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മോക്കറിയത്തില്ല. അപ്പൊ പിന്നെ അതും പോയി. എന്ത് കണ്ടോണ്ടാ സഹോദര ഇങ്ങനെ നടക്കണേ? ونعوذ بالله من شرور പിതാക്കളിൽ മരിച്ചവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഇവിടത്തെ ഖതീബ് ഉസ്താദ് ഉൾപ്പെടെ പടച്ചവനെ എല്ലാ ഉസ്താദന്മാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അൽ ഉലമാഉ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. മുഖറബിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഇത്രയും നേരം ക്ഷമയോടുകൂടി മജ്‌ലിസിലിരുന്ന വാപ്പമാർ, അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജീവിതവും നല്ല ഇണകളെയും നൽകണേ അല്ലാ. പടച്ചവനെ, ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണേ അല്ലാ. മഹാന്മാരെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ. നല്ല ഭാവി നൽകണേ അല്ലാ. വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കള് പരീക്ഷ എഴുതുകയാ, ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി നൽകണേ അല്ലാ. നല്ല ഭാവി നൽകണേ അല്ലാ. പടച്ചവനെ, ഇതിന്റെ സംഘാടകർ, ഈ ജമാഅത്തിന്റെ കമ്മിറ്റിക്കാര്, നീ അവരനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ.
പടച്ചവനെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. അവരുടെ ചുവട്ടടികൾക്ക് പ്രതിഫലം നൽകണേ അല്ലാ. എന്റെ ഉമ്മ പെങ്ങന്മാരെ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ ഖബർസാനിലേക്ക് സദക്ക ചോദിച്ചപ്പോ തന്ന ഒരാളെയും നീ മറക്കല്ല അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ മനസ്സും മൂടുന്ന വന്ന സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ വസിയത്തുകൾ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ദഅവത്ത് സ്വീകരിക്കണേ അല്ലാ. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പ്രവാസികൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റഹ്മാനെ, ഭക്ഷണം തന്ന കുടുംബം സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. സുഖമില്ലാത്തവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. അവിടുത്തെ കുട്ടി റബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ സുധീർ ഉസ്താദിനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. മക്കൾക്ക് സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. പൊന്നുമോളുടെ കുഞ്ഞിന്റെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ ഈ മഖാമിൽ കിടക്കുന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ അല്ലാ, പടച്ചവനെ കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന അല്ലാഹുവേ, അനീഷും ഷഫീഖും പടച്ചവനെ അസീമും ഈ മൂന്ന് സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഷഫീഖിന്റെ മുമ്മയുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ അസീമിന് കണ്ണിന് കുളിർമയുള്ള പടച്ചവനെ സ്വാലിഹത്തായ ഇണയ നൽകണേ അല്ലാ. സ്വർഗത്തിലും കൂട്ടുകാരാക്കണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ അല്ലാ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചു ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല അല്ലാ. ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ ഭാര്യമാരെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ മക്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ അല്ലാ. വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ മുമ്പിൽ എത്തിക്കല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഈ ഉമ്മത്തിന് ഐക്യം നൽകണേ അല്ലാ. ഈ മഹാന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. അവിടത്തെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, എൻ്റെ കൂടെ എൻ്റെ സഹോദരൻ, എൻ്റെ ഭാര്യ പിതാവ്, 3 പേരുടെയും മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കൂടപ്പിറപ്പുകളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണേ അല്ലാ.
മക്കളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും എൻ്റെ പൊന്നുമക്കളും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിലെ പിഴവുകൾ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ രോഗങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാ. ശിഫ നൽകണേ അല്ലാ. ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെട്ടോ അവരുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈ ദുആയ സ്വീകരിക്കണേ അല്ലാ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ.